തെരഞ്ഞെടുപ്പ് ഫലത്തിന് 2 നാൾ ബാക്കി എന്ന് വെച്ചാൽ മറ്റന്നാൾ രാവിലെ 5 മണി മുതൽ പ്രത്യേക തെരഞ്ഞെടുപ്പ് സംപ്രേഷണം 24 ആരംഭിക്കും. കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ, ക്യാമ്പുകളെല്ലാം കേരളത്തിൽ സജീവമായി കഴിഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്. മുസ്ലിം ലീഗ് വി.ഡി. സതീശന് അനുകൂല നിലപാട് പരസ്യമായി എടുത്തത് രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ പക്ഷങ്ങൾക്ക് കനത്ത ക്ഷീണമായി. അതേസമയം ഭരണത്തുറത്തെ ലക്ഷ്യം വെച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF-ഉം. വികസന തുടർച്ചയും ക്ഷേമ പദ്ധതികളും വോട്ടേഴ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിലാണ് LDF നേതൃത്വം. മറ്റന്നാളാണ് ആ വിധി ദിനം. മറ്റന്നാൾ നമ്മൾ സൂപ്പറാവും 24 പ്രേക്ഷകരിലേക്ക് ആദ്യം വിവരങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ മുന്നേറ്റം ആ ദിവസം നടത്തുമെന്ന കാര്യം ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് ഉറപ്പു നൽകുകയാണ്. കാരണം രാഷ്ട്രീയത്തിലെ ഓരോ സ്പന്ദനങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു കവറേജ് നമ്മൾ ഉറപ്പുവരുത്തും. മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കടന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാണെന്നതിനെ പറ്റിയുള്ള ചർച്ച കൂടുതൽ സജീവമായിരിക്കുന്നു. 3 പേരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഈ 3 പേർക്ക് വേണ്ടിയുമുള്ള നീക്കങ്ങൾ കോൺഗ്രസിനകത്ത് ശക്തമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ കോൺഗ്രസ് ഏതാണ്ട് ഭരണം ഉറപ്പിച്ച മട്ടാണ്. അപ്പോൾ ഇത്തരം ചർച്ചകൾക്ക് കൂടുതൽ ശക്തി വരുന്നത് സ്വാഭാവികമാണ്. എന്തായാലും പാർലമെന്ററി പാർട്ടിയിലെ മേധാവിത്വം, അതായത് കൂടുതൽ MLA-മാർ ആരെയാണ് പിന്തുണയ്ക്കുന്നത്, ഒപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ തീരുമാനം, ഈ 2 ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും കോൺഗ്രസിലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ അന്തിമ തീരുമാനം ആകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും എല്ലാ നേതാക്കന്മാരും നടത്തുന്നുണ്ട്. അത് ഒരു പരസ്യമായ രഹസ്യമാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ MLA-മാരെ ഏകോപിപ്പിക്കാൻ ഓരോരോ നേതാക്കളെ നേതൃത്വം ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിധി ദിനത്തിൻ്റെ അന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം. 2 ഒബ്സർവർമാരെ നിയമിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് അക്കാര്യത്തിലുള്ള നടപടികൾ എടുക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ്. എങ്കിലും ഈ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളുമൊക്കെ അതിന് നടക്കുന്നുണ്ട്. ലീഗ് വി.ഡി. സതീശന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് ഒരു തരത്തിൽ മറ്റ് 2 നേതാക്കൾക്ക് ക്ഷീണമായി. എന്നാൽ ലീഗിൻ്റെ തീരുമാനം ലീഗിൻ്റെ മാത്രമാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യം കോൺഗ്രസിൻ്റെ പൂർണ്ണമായി ആഭ്യന്തര തീരുമാനമാണ്. അതിൽ മറ്റാർക്കും ഇടപെടാൻ കഴിയില്ല എന്നതാണ് ഈ മറ്റ് 2 നേതാക്കളും പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് അനുകൂലമായ തീരുമാനം വരും. MLA-മാരിൽ ഭൂരിപക്ഷം കിട്ടുന്നയാൾ മുഖ്യമന്ത്രിയാകും എന്ന നിലയ്ക്കാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും UDF ക്യാമ്പിൽ ഇത്തരം ചർച്ചകൾ വളരെ സജീവമാണ്. ഭരണം ഉറപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് UDF മുന്നോട്ട് നീങ്ങുന്നത്.